നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന പ്രതിഷേധ സമരങ്ങൾക്ക് എരിവ് പകരാനായി അഭിനയ തൊഴിലാളികളുടെ വക സോഷ്യൽ മീഡിയ സപ്പോർട്ട് കൂടി ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളത് സ്ഥിരമായിട്ട് കാണുന്നതാണ്. ആ സപ്പോർട്ടുകളിൽ ഏറ്റവും മുന്നേ ചാടിയിറങ്ങുന്നതും ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുകയും ചെയ്യുന്ന വ്യക്തിയാണ് അഭിനയ തൊഴിലാളി പൃഥ്വിരാജ്. പക്ഷേ ഇത്തവണ അത്ഭുതകരമെന്ന് തോന്നട്ടെ, അദ്ദേഹത്തിൻ്റെതായിട്ട് യാതൊരു വാക്കും പുറത്തേക്ക് വന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫോൺ മാതാവായ മല്ലിക സുകുമാരൻ പിടിച്ചു വെച്ചതാണ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അതല്ല, ഇത്ര കാലവും പ്രതികരിച്ചതിൻ്റെ കൂലി അയാൾക്ക് ഈ അടുത്ത കാലത്തായിട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇനി ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് അയാൾ സ്വയം തീരുമാനിച്ചതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ മാറി നിന്നതാണ് എന്നും പറയുന്നവരുണ്ട്. എന്തായാലും ഇത്തവണ പൃഥ്വിരാജ് രക്ഷപ്പെട്ടു. പകരം മറ്റൊരു അഭിനയ തൊഴിലാളിയായ ടൊവിനോ തോമസാണ് ചെന്ന് ചാടിക്കൊടുത്തത്. അയാൾ അക്ഷരാർത്ഥത്തിൽ തന്നെ പെട്ടിരിക്കുകയാണ്. ഇത്തവണ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? അതായത് ഈ പ്രധാനപ്പെട്ട അഭിനയ തൊഴിലാളികൾ അല്ലെങ്കിൽ അപ്രധാനപ്പെട്ട അഭിനയ തൊഴിലാളികളായിട്ടുള്ള ആളുകളൊക്കെ ഈ CJP സമരത്തിനെ സപ്പോർട്ട് ചെയ്തു എന്ന വ്യാജേന അല്ലെങ്കിൽ എന്ന തോന്നലിൽ പോസ്റ്റുകളും മറ്റുമൊക്കെ ഇട്ടിരുന്നു. പക്ഷേ പലരും വലിയ രീതിയിൽ ബാലൻസ് ചെയ്താണ് അത് ഇട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരാണ് എന്ന് തോന്നാത്ത തരത്തിലാണ്. പലരും CJP എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ, അതൊരു വിദ്യാർത്ഥി കൂട്ടായ്മയല്ലേ എന്ന തരത്തിലൊക്കെയാണ് അവരെ ന്യായീകരിച്ചത്. അപ്പോൾ പലരും പിന്നീട് തങ്ങൾക്കിത് പണിയാവാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ച് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 10-16 തവണ വായിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അത്തരമൊരു പോസ്റ്റ് ഇട്ടത്. എന്നാൽ ചിലർ കൃത്യമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു. അത്തരം ഒരാളാണ് ടൊവിനോ തോമസ്. അയാൾ ആദ്യം ഇട്ട പോസ്റ്റ് തന്നെ കൃത്യമായും രാഷ്ട്രീയമായിരുന്നു. അതായത് സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു ജനാധിപത്യ രാജ്യം ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്ന തരത്തിലാണ് അയാൾ ആ പോസ്റ്റ് ഇട്ടത്. ഇന്ന് നമ്മൾ കാണുന്ന വാർത്ത എന്താണ്? ഈ അക്രമം നടത്തിയ ഈ ആളുകൾക്കെതിരെ ഇവർ ഈ പറയുന്ന പോലെ സമാധാനപരമായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ആയിരക്കണക്കിന് കേസെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് നമുക്കറിയാം, കേസുണ്ട്, കേസ് നിലവിലുണ്ട്, അത് പിൻവലിക്കാനും പോകുന്നില്ല. ജനങ്ങൾക്ക് മനസ്സിലായി അവിടെ നടന്നത് അക്രമ സമരം തന്നെയായിരുന്നു. പക്ഷേ തുടക്കത്തിൽ തന്നെ അതൊരു സമാധാന സമരമാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയാണ് ടൊവിനോ തോമസ് ചെയ്തത്. ഇപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൃഥ്വിരാജ് അഥവാ രായപ്പൻ എന്ന അഭിനയ തൊഴിലാളി ഇതിലൊരു വാക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ ശ്രദ്ധയും അങ്ങോട്ട് പോയനെ. മുൻപത്തെ പോലെ അയാൾ ചിലരുടെയൊക്കെ നോട്ടപ്പുള്ളിയായനെ. പക്ഷേ ഇത്തവണ അദ്ദേഹം നിശബ്ദനായിരിക്കുകയും മറ്റൊരു അഭിനയ തൊഴിലാളിയായ ടൊവിനോ തോമസ് ഈ CJP എന്ന കൂട്ടായ്മയെ പിന്തുണയ്ക്കുക മാത്രമല്ല, അതിൽ രാഷ്ട്രീയം കലർത്തുകൂടി ചെയ്തു. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, അഥവാ സംഭവിച്ചു കഴിഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചാൽ, ദാ ഈ ചിത്രം അതിൻ്റെ മറുപടി പറയും. കേരളത്തിൽ ഇനി നടക്കുന്ന സകല പ്രക്ഷോഭത്തിലും ഇയാളുടെ ഫോട്ടോയും പേരും ഉപയോഗിക്കും. അയാൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും അതൊന്നും അയാൾക്ക് ഗുണപരമല്ല. എവിടെ ടൊവിനോ തോമസ് എന്നായിരിക്കും അതിലെ ക്യാപ്ഷൻ. ഇവിടെ സ്വന്തം മുറ്റത്തൊരു പ്രശ്നം നടക്കുമ്പോൾ മിണ്ടാതിരിക്കുകയാണോ, ഇയാളുടെ വായിൽ പഴമാണോ എന്ന തരത്തിൽ വരെ ഇനി പോസ്റ്ററുകൾ വരും. അങ്ങനെ പണി കിട്ടുന്നു എന്നുറപ്പായപ്പോഴാണ് PSC സമരത്തിന് കുറേ ആളുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്, അവർക്ക് പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ വരുമെന്ന തരത്തിലൊക്കെ പ്രതികരിക്കാൻ ഇവർ നിർബന്ധിതരായത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി കാലാകാലങ്ങൾ ഇവിടെ എന്ത് തരം പ്രതിഷേധം നടന്നാലും അതിലൊക്കെ എവിടെ ടൊവിനോ തോമസ് എന്നൊരു ചോദ്യം ഉയരും. അത് ഇയാളെ സംബന്ധിച്ചിടത്തോളം, ഇയാളുടെ തൊഴിൽ മേഖലയായ സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഇയാളുടെ സിനിമയുടെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അയാളെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അതിന് നമ്മുടെ മുന്നിൽ തന്നെ ജീവിക്കുന്ന ഉദാഹരണമായി പൃഥ്വിരാജ് എന്ന രായപ്പൻ അവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പേളിമാണി എന്ന മറ്റൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്ന ഒരാളും, അതേപോലെ തന്നെ ഈ മറ്റൊരു അഭിനയ തൊഴിലാളിയായ സുരേഷ് ഗോപി, അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ MP-യും കേന്ദ്ര സഹമന്ത്രിയൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മകനായ മറ്റൊരു അഭിനയ തൊഴിലാളി മാധവ് സുരേഷ് എന്ന ആ പയ്യൻ തുടക്കം മുതലേ ഇടുന്ന പോസ്റ്റുകൾക്ക് യാതൊരു സ്ഥിരതയും ഇല്ലായിരുന്നു. ഇപ്പോൾ പറയുന്നത് പിറ്റേ ദിവസം മാറ്റി പറയുക, അത് പിന്നീട് മാറ്റി പറയുക, ആ തരത്തിലായിരുന്നു. തുടക്കമിട്ടിരുന്ന ഒരു പോസ്റ്റ് തന്നെ അയാൾ എങ്ങനെയായിരുന്നു, ആരെങ്കിലും നിർബന്ധിച്ച് പ്രതികരിപ്പിക്കുന്നത് ശരിയല്ല എന്ന തരത്തിലൊക്കെയാണ് ആ പോസ്റ്റ് വന്നത്. മിണ്ടാതിരുന്നാൽ സംഖ്യയാവും, മിണ്ടിയാൽ സുഡാപ്പിയാവും, ഈ രീതി ശരിയല്ല എന്നൊക്കെ അയാളുടെ ആദ്യത്തെ പോസ്റ്റിലുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പോസ്റ്റ് ഇടാൻ വേണ്ടി, ഈ CJPക്ക് വേണ്ടി പോസ്റ്റ് ഇടാൻ വേണ്ടി ആരൊക്കെയോ ഇയാളിൽ നല്ല സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ. ഇനി പേളിമാണി പറഞ്ഞതുകൂടി ഒന്ന് ഓർത്തു നോക്കുക. പേളിമാണി പറഞ്ഞത്, എനിക്കും ഈ CJPക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഇടാൻ സമ്മർദ്ദമുണ്ടായിരുന്നു. അങ്ങനെ സമ്മർദ്ദം കൂടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സമരത്തെപ്പറ്റി എൻ്റെ രീതിയിൽ കൂടുതൽ പഠിച്ചു. അതിനുശേഷം ഞാൻ എൻ്റേതായ ശൈലിയിൽ മാത്രമാണ് ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് പറഞ്ഞു. അതായത് സമ്മർദ്ദം അവർക്കുണ്ടായിരുന്നു, സമ്മർദ്ദത്തെ തുടർന്ന് അവർക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നു. പക്ഷേ അവർ പറഞ്ഞ രീതിയിലല്ല അവർ പോസ്റ്റ് ഇട്ടത്, മറിച്ച് അവരിതിനെപ്പറ്റി പഠിച്ച് അവർക്ക് ബോധ്യമായ കാര്യമാണ് അവർ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ എന്താണെങ്കിലും ശരി, നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇത്തരക്കാർ പ്രതികരിക്കുന്നത് ഇവരുടെ അഭിപ്രായത്തിനനുസരിച്ചല്ല, ഇവരെ കൊണ്ടിത് ചെയ്യിക്കുന്നതാണ്. ഇതിൽ ചിലരൊക്കെ അവരുടെ രാഷ്ട്രീയം കൂടെ കലർത്തിയിട്ടാണ് പോസ്റ്റ് ഇടുന്നത്. അങ്ങനെയുള്ള വ്യക്തികളാണ് ടൊവിനോ തോമസും രഞ്ജിനി ഹരിദാസുമൊക്കെ. പക്ഷേ അതിനൊക്കെ പിന്നീട് അവർക്ക് തീർച്ചയായിട്ടും വില കൊടുക്കേണ്ടി വരും. അതിനുള്ള ഒരു ഒന്നാന്തരം ഉദാഹരണം തന്നെയാണ് അവരുടെ മുൻപിലുള്ള പൃഥ്വിരാജ് അഥവാ രായപ്പൻ. ആ മനുഷ്യൻ ഇത്തവണ ഇത്രയും കോലാഹലങ്ങൾ നടന്നിട്ടും ഇതിന് ഒരു വരി കൊണ്ട് പോലും ഒരു പ്രതികരണം നടത്തിയില്ല എന്ന് കാണുമ്പോഴാണ്
എത്രമാത്രം അയാൾക്കതിൻ്റെ വില കൊടുക്കേണ്ടി വന്നു എന്ന സത്യം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് ടൊവിനോ തോമസിനും അത് വലിയ താമസമില്ലാതെ തന്നെ മനസ്സിലാവും.